ഹലോ നമസ്കാരം, എൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാർത്തിക വിളക്കാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു തൃക്കാർത്തിക വിളക്ക് കാണാൻ പോകുന്നത്. പിന്നെ ഈ ഒരു കാർത്തിക വിളക്കിന് ഒരു പ്രത്യേക പ്രാധാന്യം തന്നെ ഉണ്ട്. ഇന്ന് ദേവിയുടെ പിറന്നാളാണ്. പണ്ട് കാലത്ത് പൊഞ്ഞനം ഭഗവതിയും കൂടൽമണിക്കം ക്ഷേത്രവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചും അറിയണ്ടേ. തൃക്കാർത്തിക അഥവാ കാർത്തിക വിളക്ക് ആഘോഷിക്കുന്നവരാണ് പലരും. വൃശ്ചിക മാസവും പൗർണമിയും ചേർന്ന് വരുന്ന ദിനത്തിലാണ് കാർത്തിക ദീപം കൊളുത്തുന്നത്. കാർത്തികേയൻ്റെയും ദേവി ആദിപരാശക്തിയുടെയും പ്രധാനപ്പെട്ട ദിനമാണ് ഈ കാർത്തികയെ കണക്കാക്കുന്നത്. സന്ധ്യയ്ക്ക് മൺചിരാതുകൾ കത്തിച്ച് ദേവി പരാശക്തിയെ പ്രാർത്ഥിച്ച് തൃക്കാർത്തികയെ ഭക്തർ ആഘോഷിക്കുന്നു. വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിന് വളരെയധികം പ്രാധാന്യം തന്നെ ഉണ്ട്. നമ്മുടെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും അകറ്റി ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ് തൃക്കാർത്തികയെ ആഘോഷിക്കുന്നത്. ഈ ദിനങ്ങളിൽ ദുർഗാക്ഷേത്രങ്ങളിൽ എല്ലാം തന്നെ വിളക്ക് കൊളുത്തി ആഘോഷിക്കുന്നു. അപ്പോൾ ഈ പൊഞ്ഞനം ക്ഷേത്രം ഉപദേശ സമിതിയായ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് നമ്മളിത് ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പൊഞ്ഞനം ശ്രീ ഭഗവതി ഐതിഹ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ദേവസ്വമായിട്ട് ക്ഷേത്രമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ള, അതായത് അവിടെ ആറാട്ടിന് അവകാശമുള്ള ഏക ദേവിയാണ് പൊഞ്ഞനം ശ്രീ ഭഗവതി ദേവി. ശ്രീ സംഗമേശ്വരന് പോലും ഭഗവാൻ പോലും ആറാട്ടിനായി എഴുന്നള്ളുന്നത് ചാലക്കുടി പുഴയിലാണ്. അപ്പോൾ ഇവിടുത്തെ ദേവിക്കാണ് അവിടെ ആറാട്ടിനുള്ള ഏക അവകാശി. അതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐതിഹ്യം പറയുന്നത് ദശരഥ മഹാരാജാവിന് കൗസല്യ അവരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനുണ്ടായ ഒരു ബന്ധത്തിൽ പിറന്ന ഒരു മകളാണ് ഈ ശാന്ത എന്ന് പറയുന്ന ഒരു മകളാണ് ഈ പൊഞ്ഞനം ശ്രീ ഭഗവതി. അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. ഇവിടെ ദേവിയുടെ പിറന്നാളാണ് ഇന്ന് 3-ാം തീയതി, ഡിസംബർ 13-ാം തീയതി തൃക്കാർത്തികയാണ്. തൃക്കാർത്തിക എന്ന് പറയുന്നത് ദേവിയുടെ പിറന്നാൾ ദിവസമാണ്. ഈ നാൾ വരുന്ന എല്ലാ മാസങ്ങളിലും ഇവിടെ കാർത്തിക ഊട്ട് അന്നദാന വഴിപാടായിട്ട് പോരുന്നുണ്ട്. ഈ വരുന്ന 10-ാമുദയം, ഈ വരുന്ന ഡിസംബർ 29-ന് 10-ാമുദയ മഹോത്സവം കൊണ്ടാടുകയാണ് ഇവിടെ. അത് കഴിഞ്ഞ് അടുത്ത ഫെബ്രുവരി മാസത്തിൽ 8-ന് കൊടികേറി, 4-ന് കൊടികേറി 14-ന് അവസാനിക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൂര പരിപാടികളാണ് വരുന്നത്. പൂരപരിപാടികളിൽ എത്ര ദിവസങ്ങളിൽ മുഴുവനും വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളോടുകൂടി, ക്ഷേത്ര ആചാര അനുഷ്ഠാന കലകളോടും കൂടി നാടൻ കലാരൂപങ്ങളായിട്ടുള്ള കാളകളി, ദാരികൻ കളി, ഐവർ നാടകം, വിവിധ ദേശക്കാരുടെയും വിവിധ സമുദായങ്ങളുടെയും ഉൾപ്പെടുന്ന രീതിയിലുള്ള കലാരൂപങ്ങളും കൂടിയാണ് ഈ പൂര മഹോത്സവം ആഘോഷിക്കുന്നത്. പിന്നെ ഈ കൂടൽമാണിക്യമായിട്ട് എങ്ങനെ ബന്ധം? കൂടൽമാണിക്യമായിട്ടുള്ള ബന്ധമാണ്. ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയാണ് ഈ ദേവി. ഈ ശാന്ത എന്ന് പറയുന്ന ദേവിയായിട്ടാണ് പൊഞ്ഞനം ഭഗവതി കരുതുന്നത്. അപ്പോൾ അവരുടെ ശ്രീരാമൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ പുത്രന്മാരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു പുത്രിയാണ് ശാന്ത എന്ന് പറയുന്ന പൊഞ്ഞനം ഭഗവതി. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പുത്രി ഉണ്ടായതിന് ശേഷം, വിവാഹശേഷം അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ശാപം ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് മക്കളുണ്ടാകാതിരുന്നതും. അതിനുശേഷം മറ്റേ യാഗമൊക്കെ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് മക്കളുണ്ടാകുന്നത്. അപ്പോൾ വൈശാലി എന്ന സിനിമയുമായിട്ട് ഈ ഒരു കഥാപാത്രത്തിൽ, ഈ ദേവിയുടെ ഒരു കഥാപാത്രത്തിന് വലിയ ബന്ധമുള്ളതായി പറയുന്നു. അതിലുണ്ടായിട്ടുള്ള ശാന്ത എന്ന് പറയുന്ന മകളാണ് ലോമപാത മഹാരാജാവിൻ്റെ മകളായിട്ട് വരുന്നതും പിന്നീട്
ഋഷ്യശൃംഗൻ വിവാഹം കഴിക്കുന്നതും ഋഷ്യശൃംഗൻ്റെ മരണത്തെ തുടർന്ന് ദേവി ശാന്ത എന്ന് പറയുന്നവർ തപസ് ചെയ്ത് വരം നേടുകയും അതിനുശേഷം ആ വരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ സഹോദരന്മാരുടെ ഇടയിലായിട്ട് അവർക്കിരിക്കുന്നതിനുള്ള അവകാശം തരണമെന്ന് വരത്തിലൂടെ നേടുകയും അങ്ങനെ തൃപ്രയാറ് ക്ഷേത്രത്തിനും ശ്രീരാമ ക്ഷേത്രത്തിനും ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ഭരത ക്ഷേത്രത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമായിട്ട് പൊഞ്ഞനം കാട്ടൂര് പൊഞ്ഞനം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രീതിയിലേക്ക് ദേവി ഇവിടെ ഇരുത്തപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഐതിഹ്യം പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഈ കാർത്തിക ദിനത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.